മക്കളെ, ഇനി മോഡൽ എക്സാമിനുള്ള സമയം വളരെ കുറച്ച് സമയമാണ്. എല്ലാവരും ഭയങ്കര തകൃതിയായിട്ട് പഠിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ സാറ് പറഞ്ഞുതരാം. പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ഇത് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്. അതിലൊന്നാമത്തത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിനെയാണ്, അല്ലേ? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ് കവർ ചെയ്യുക മീൻസ് എന്താണ്? ഈ ഒരു 20 ദിവസം കൊണ്ട് മോഡൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സിലബസുകൾ പഠിച്ചു തീർക്കുക. സോ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ് സിലബസ് തീർക്കുക എന്നതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യും. എന്നിട്ടോ എല്ലാ ചാപ്റ്ററുകളും ഓടിച്ചിട്ട് പോകും, അല്ലേ? ഓടിച്ചിട്ട് പോകും. സോ അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ? മോഡൽ എക്സാം ചിലപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, എല്ലാ ചാപ്റ്ററിനെ പറ്റിയുള്ള എന്താണ് നല്ല ബേസിക് ആയിട്ടുള്ള കുറേ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മോഡൽ എക്സാം നിങ്ങൾക്കറിയാം പബ്ലിക് എക്സാമിനേക്കാൾ എന്താണ് പൊതുവേ കുറച്ച് സിമ്പിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ സിലബസ് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ നമ്മളെന്താ മോഡൽ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാമിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലേ, ആ ഒരു സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നോളജ് എന്താ? ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലേ? ആ ഒരു ബേസിക് നോളജ് വെച്ച് പബ്ലിക് എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നേരെ മോഡൽ എക്സാമിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിസൾട്ട് വരിക. കാരണം പബ്ലിക് എക്സാം നല്ല രീതിക്ക് ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ടൈമിൽ? പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദിവസം ഒരു ചാപ്റ്റർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ മാക്സിമം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ടൈം ടേബിളിന് ടൈമിനേക്കാളൊക്കെ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടി വരും. അതിരിക്കുക. അതിരുന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെടുക്കുന്ന ആ ഒരു ചാപ്റ്ററിനെ 100% സെറ്റാക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിക്കൊള്ളാം. ഒന്ന് ഓടിച്ച് വിടുന്നതിന് പകരം അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ആ ചാപ്റ്റർ കവർ ചെയ്യുന്നതിന് പകരം അത് മാക്സിമം ഒരു പബ്ലിക് എക്സാമിന് വേണ്ടി A to Z കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുക, പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ കൂടുതൽ സമയമൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ എന്താ പറ്റുന്നില്ല, സിലബസ് നിങ്ങൾക്ക് മോഡൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് 100% നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? ഒരു 70% നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉള്ളൂ. അത് മതി, കുഴപ്പമില്ല. ആ ഒരു 70% നിങ്ങൾ എന്താണ്, അല്ലേ, നിങ്ങൾ ആ പഠിച്ചിട്ടുള്ള ആ സിലബസിൽ 70% നിങ്ങളെന്താണ് പെർഫെക്റ്റ് ആണ്, അല്ലേ? ബാക്കി ഒരു 30% അല്ലേ, അത് നമുക്ക് എന്താ സെറ്റ് ചെയ്യാം. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് വെക്കുക, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതല്ലാതെ എന്താണ് വെറുതെ നമ്മളെന്താ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ എല്ലാ ചാപ്റ്ററിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലേ? എല്ലാ ചാപ്റ്ററിലും എന്തുണ്ടാവുന്നില്ല, പെർഫെക്റ്റ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. സോ ആ ഒരു കാര്യം നിങ്ങളെന്താ ഒന്ന് ചിന്തിക്കുക. റെഡി? ഇനി നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, അപ്പോൾ സാർ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാറ് ചോദിക്കുകയാണ്, സാറ് പറയും നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൊമേഴ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണുള്ളത്. 20 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് പഠിക്കാൻ പാകുന്ന രീതിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. പുതിയ ടൈം ടേബിൾ കാര്യങ്ങൾ, ഷോർട്ട് നോട്ട് ലൈവുകളും ക്ലാസ്സുകളും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ ഷോർട്ട് നോട്ടുകൾ സെപ്പറേറ്റ് ഉണ്ടാവും. ഇനി ക്വസ്റ്റ്യൻസ് വേണോ അതുണ്ടാവും, PYQ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ചാപ്റ്റർ വൈസ് എക്സാംസും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കണം ഇതേപോലെ അടിപൊളിയായിട്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം, അഡ്മിഷൻ എടുക്കാം, പഠിച്ചു തുടങ്ങാം. സെറ്റ്. നിങ്ങൾക്ക് അതോടെ നമ്പറും കാര്യങ്ങളൊക്കെ സ്ട്രിപ്പിലുണ്ടാവും, കോൺടാക്ട് ചെയ്യാം. റെഡി? അപ്പോൾ സെക്കൻഡിലേക്ക് നോക്കുക. സെക്കൻഡ് കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണെന്ത്? പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് തലേന്ന് വരെ നിങ്ങളിങ്ങനെ പഠിച്ച് പോകും, അല്ലേ? പഠിച്ച് പോവുക. അതായത് പലരുടെയും എന്താണ് പ്ലാനിലൊക്കെ ഉണ്ടാവും, അല്ലേ? എന്നാൽ എക്സാമിൻ്റെ തലേന്ന് വരെ എന്താണ് ആ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററാണ് എക്സാമിൻ്റെ തലേന്ന്. ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ദിവസം പഠിച്ച് തീർക്കും, അല്ലേ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഒരു ലാസ്റ്റ് ദിവസം എക്സാമിന് തൊട്ട് മുൻപുള്ള തലേ ദിവസമുള്ള ആ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനുള്ളതാണ്? റിവിഷൻ ഉള്ളതാണ്. പലരും ചെയ്യാറില്ല റിവിഷൻ, അല്ലേ? നമ്മൾ എത്ര ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും എത്ര ഓർമ്മയുള്ള ആളുകളാണെങ്കിലും നമ്മളൊരു കാര്യം വായിച്ചാലും പഠിച്ചാലും ഒരു 2 ദിവസം നമ്മളെ മനസ്സിലാക്കി നിൽക്കുള്ളൂ, പിന്നെ മറന്നു പോകും. സോ അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്ന സമയത്ത് രാവിലത്തെ ഒരു സ്ലോട്ട് ഉണ്ട്. രാവിലെ സാറ് സെറ്റ് ചെയ്ത് തന്നൊരു ടൈം ടേബിളിൽ രാവിലെ സാർ അധികം അക്കൗണ്ടൻസി ആയിട്ടുള്ളത്, നമുക്ക് നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നിന്ന്. നിങ്ങൾ നന്നായിട്ട് നല്ല ടഫുള്ള അക്കൗണ്ടൻസി തന്നെ നിങ്ങൾ പഠിക്കാം. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു അരമണിക്കൂർ അത് യൂസ് ചെയ്യും. എന്തിന്? രാവിലെ പഠിച്ച ആ അക്കൗണ്ടൻസി നിങ്ങളുടെ തലയിലുണ്ടോ നോക്കാൻ. അല്ലെങ്കിൽ പോട്ടെ, ആ ദിവസം തന്നെ ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യുക. ആ റിവിഷൻ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അത് നിങ്ങൾ ചെയ്തിരിക്കുക. ഒരു പഠിച്ച കാര്യങ്ങൾ നിശ്ചിത ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക? റിവൈസ് ചെയ്ത് തലയിൽ വെച്ചോളുക. ഇല്ലെങ്കിൽ മറന്നു പോവും, 0 ആയിരിക്കും നിങ്ങൾ.
അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ദെൻ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ കേസാണ്. ഓക്കെ, പലരും ചെയ്യാറില്ല ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നിങ്ങളെപ്പോലെ തന്നെയാണ് സാറിനൊക്കെ എന്താണ് ഈ പ്രോബ്ലം ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലം സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത് വായിച്ചതിന് പഠിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അക്കൗണ്ടൻസി ആയാലും മാത്സ് ആയാലും എന്ത് തന്നെയായാലും. ഓക്കെ, അക്കൗണ്ടൻസിയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് വർക്കൗട്ട് ചെയ്ത് പഠിച്ച് ഒരു പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പാറ്റേൺ ചേഞ്ച് നോക്കാൻ നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ പാറ്റേൺ ചേഞ്ചിനൊക്കെ എന്താ ഒരു ലിമിറ്റ് ഉണ്ട് മക്കളെ. കൂടിപ്പോയ ഒരു 20% നിങ്ങൾ ആ പാറ്റേണിലൊക്കെ ചേഞ്ച് വരും. ബാക്കിയുള്ള ഒരു 80% നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ ബിസിനസ് സ്റ്റഡീസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. എങ്ങനെയൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ട് ഉണ്ടാക്കുക. അക്കൗണ്ടൻസി ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് പലരും ചെയ്യാറില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ദെൻ ലാസ്റ്റ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമും അതുപോലെ തന്നെ നിങ്ങളെ സ്ട്രെസ്സുമാണ്. ഓക്കെ, ടൈം ആൻഡ് സ്ട്രെസ്സാണ്. ഇനിയുള്ള ദിവസം സമയം വളരെ കുറവാണെന്നറിയാലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, യെസ്, എന്നാൽ ഡെയിലി ഒരു 2 മണിക്കൂറൊന്നും ഇരുന്നാലും എന്തില്ല, നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല എന്നല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ പറഞ്ഞ ടൈം ടേബിൾ അല്ലേ, അത് എന്താ ഒരു മിനിമമാണ് അല്ലെ. രാവിലെ ഒരു സ്ലോട്ട്, രാത്രി അല്ലെ ഈവനിങ് ഒരു സ്ലോട്ട്, ദെൻ നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു സ്ലോട്ട്, ഒരു 3 സ്ലോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സ്ലോട്ട് എന്താ മിനിമം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. അതിൽ മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ ടൈം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം സമയം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം നിങ്ങൾ ഇരിക്കണം, വെറുതെ ഇരിക്കുകയല്ല, പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക. ദെൻ സ്ട്രെസ്സാണ്. പലർക്കും ഇപ്പോൾ പേടിയും കാര്യങ്ങളാണ്. ഒരുപാട് പേര് സാറിന് തന്നെ മെസ്സേജ് അയക്കാറുണ്ട്, അയ്യോ സാർ പേടിയാവുന്നു, എങ്ങനെയാണ് പഠിക്കുക. അത് ആദ്യം നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട്, ഈ ഒരു ടൈമിൽ കുറച്ച് പേടിയും സ്ട്രെസ്സൊക്കെ ഉള്ളത് നല്ലതാണ് അല്ലേ. അതുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, പഠിക്കാനുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. അയ്യോ ഇരുന്ന് പഠിക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. സോ കുറച്ചൊക്കെ സ്ട്രെസ്സ് നമുക്ക് ഉള്ളത് നല്ലതാണ്. ഈ ഫെയിലാകുന്ന കുട്ടികൾ, ഈ സ്ട്രെസ് ഇല്ലാത്ത കുട്ടികളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പഠിക്കാത്ത കുട്ടികളാണ്, പഠിക്കാത്ത എന്തുകൊണ്ടാണ്, അവർക്ക് ആ സ്ട്രെസ് ഇല്ല, അതുകൊണ്ടാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഓവർ സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ അതിൻ്റേതായിട്ടുള്ള വഴികളൊക്കെ കണ്ടുപിടിച്ച് അത് കുറയ്ക്കണമെന്നുണ്ട്. പേടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ പഠിക്കുക, അതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വയ്ക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, പിന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോളുക. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിനൊക്കെ പ്രിപ്പയർ ആവാൻ പറ്റും. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പഠിച്ചു.